ഇന്ന് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന മുഴകൾ. അത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന മുഴകൾ. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. എനിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്ന സർജറി കഴിഞ്ഞ ഒരാളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഒരു നോഡ്യൂൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. തൃശ്ശൂരിലുള്ള എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ഗംഗാധരൻ ഡോക്ടറാണ് അന്നത് ഐഡന്റിഫൈ ചെയ്തത്. അന്ന് തന്നെ FNAC പ്രിസ്ക്രൈബ് ചെയ്തു. നമ്മളത് ചെയ്യുകയും ചെയ്തു. ക്യാൻസറസ് അല്ല എന്ന് അത് ഉറപ്പിക്കുകയും ചെയ്തു. ഇയർലി ചെക്കപ്പാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത്. കുറേ വർഷങ്ങളോളം ഇയർലി അങ്ങനെ ചെക്കപ്പ് ചെയ്തു പോന്നു. പിന്നെ മക്കളൊക്കെ ആയി, തിരക്കൊക്കെ ആയപ്പോൾ പ്രത്യേകിച്ച് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഡോക്ടർ പറയാറില്ല. ഇയർലി ചെക്കപ്പ് വന്നും ചെല്ലും, ഡോക്ടർ ഒന്ന് പരിശോധിക്കും, നമ്മൾ തിരിച്ചയക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വിട്ട് പോയി. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഇതുപോലെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഒരു നൊഡ്യൂൾ വന്നു. അപ്പോൾ അത് സ്കാൻ ചെയ്തപ്പോഴാണ് ടിറാഡ് 3 ആണത് എന്ന് ഡോക്ടർ ഭയങ്കര നെർവസ് ആയിട്ടാണ് അവളോട് പറയുന്നത്. അത് ചെന്നിട്ട് നമ്മുടെ കലൂരിലുള്ള റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ ഒരു സബ് സെൻ്റർ ഉണ്ട് RCCയുടെ. അവിടെ പോയിട്ട് അത് FNAC ചെയ്ത് പരിശോധിക്കണമെന്ന് ഡോക്ടർ പറയുന്നത്. അപ്പം ഞങ്ങളാകെ ടെൻസ്ഡായി പോയി. ഞാനും അവളും കൂടെ പോയിട്ട് അവിടെ ടെസ്റ്റിനൊക്കെ കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നു. അപ്പോഴും ഡോക്ടറിന് സർജറി തന്നെ വേണം, അതൊരു സംശയമുള്ളൊരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാനും എൻ്റെ മുൻപ് ഇങ്ങനെ ഉണ്ടായിരുന്നതാണല്ലോ, എനിക്ക് പിന്നെ ചുമ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചുമയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാറാതെ കുറേ മാസങ്ങളോളം നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോടും കൂടെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ FNAC ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. FNAC എന്ന് പറയുമ്പോൾ ഒരു ഫൈൻ നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ നേരെ ഈ ഗ്ലാൻഡിലേക്ക് കുത്തിയിട്ട് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അതിൽ ക്യാൻസർ സെൽസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റായിരുന്നു. അപ്പോൾ അനിയത്തിക്ക് ഓൾറെഡി സർജറി ഫിക്സ് ചെയ്തു. അവൾ ഡിസ്ചാർജ് ആവണം എന്നായിരുന്നു എനിക്ക് സ്കാനിങ്. എനിക്ക് നോക്കിയപ്പോൾ ടിറാഡ് 4 ആണ്. ഈ ടിറാഡ് വെച്ചിട്ടാണ് എൻ്റെ കാറ്റഗറി ഡിറ്റർമിൻ ചെയ്യുന്നത്. ടിറാഡ് 1, 2, 3, 4, 5 ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ക്യാൻസറസ് ആയിരിക്കും. 4ഉം 3ഉം ആണെങ്കിൽ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യണമെന്ന് കൃത്യമായ ധാരണയില്ല. അപ്പോൾ അവരിതുപോലെ FNAC ചെയ്ത് നോക്കും, അല്ലെങ്കിൽ 6 മന്ത് കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 ഇയർ കൂടുമ്പോഴൊക്കെ നോക്കാൻ നമ്മളോട് പറയും. അപ്പോൾ നമ്മളത് വിട്ട് കളയാണ് പതിവ്. കുഴപ്പമുണ്ടായില്ലല്ലോ, കഴിഞ്ഞ തവണ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമുണ്ടായില്ലല്ലോ, ഇനി പ്രശ്നം ഇല്ല എന്ന് കരുതി നമ്മൾ വിട്ട് കളയും. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ അന്ന് വിട്ട് കളഞ്ഞത് കൊണ്ടാണ് പിന്നീട് ഞാൻ ഒരുപാട് ആദ്യം അതിനെ ചൊല്ലി പിടിക്കേണ്ടി വന്നത്. ടിറാഡ് 3 ആയപ്പോൾ തന്നെ ഡോക്ടർ അത്ര നെർവസ് ആയിട്ടാണ് പറഞ്ഞത്. അത് പ്രോബ്ലം ഉള്ളതാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു പേടി ഡോക്ടറിനുണ്ടായിരുന്നു. എനിക്ക് ടിറാഡ് 4 ആയി. അപ്പോൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് സാധാ നൊഡ്യൂളായിരുന്നു. ടിറാഡ് 1 മറ്റോ ആയിരിക്കണം, ഞാൻ അന്നത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേനും അത് ടിറാഡ് 4 ആയി. ക്യാൻസറസ് ആവാനുള്ള സാധ്യത കൂടി നിൽക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു അത് ഐഡന്റിഫൈ ചെയ്തത്. എന്നിട്ട് നമുക്ക് FNAC ചെയ്ത് നോക്കിയപ്പോൾ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കറക്റ്റായിട്ട് നൊഡ്യൂളിൽ ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല, സ്കാൻ ചെയ്തുകൊണ്ട് FNAC ചെയ്ത് നോക്കണം. അങ്ങനെയും ചെയ്തു. അപ്പോൾ അതിൽ ബ്ലഡ് സാമ്പിൾ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ മാസങ്ങളോളം ടെൻഷൻ അടിച്ച കുറേ കാലങ്ങളായിരുന്നു. അത് നമ്മൾ സർജറി ഫിക്സ് ചെയ്തു. സർജറി ചെയ്തപ്പോഴും ഡോക്ടർ ഹസ്ബൻഡിനോട് പറഞ്ഞത് അതിൻ്റെ ഒരു നാച്ചുറൽ കണ്ടിട്ട് അത് പ്രോബ്ലം ഉള്ളതാവാനാണ് സാധ്യത, അത് ഫേസ് ചെയ്യാൻ റെഡി ആവണം എന്നുള്ള രീതിയിലാണ് ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നത്. ഭാഗ്യം കൊണ്ട്, എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ആയില്ലേ, ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു പോരാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഒരുപാട് പേരെ ഞാൻ കാണാനിടയായി. എല്ലാവരോടും തൈറോയിഡ് സർജറി കഴിഞ്ഞതോ എൻ്റെ മെഡിസിൻ്റെ കാര്യമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അവരൊക്കെ പറയുന്നത് എനിക്കും തൈറോയിഡുള്ള നൊഡ്യൂൾ ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങൾ മുമ്പ്, അല്ലെങ്കിൽ മോനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു സ്കാൻ ചെയ്ത് നോക്കണം, അന്ന് കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കാതെ വിട്ടിരിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടു. പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കാതെ വിടരുത്. കാരണം നമ്മൾ ശ്രദ്ധിച്ച് വിട്ട് ആ സ്റ്റേജ് മാറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കത് ഓപ്പറേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും. സ്ഥിരമായിട്ട് തൈറോക്സിൻ ടാബ്ലറ്റ് കഴിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് അതിൻ്റെ സ്റ്റേജ് ഒന്ന് മാറിപ്പോയാൽ പിന്നെ അതിനെ തുടർന്ന് നമുക്ക് പിന്നെ ഇതിൽ തൈറോയിഡിൽ ക്യാൻസർ വന്നാൽ തന്നെയും അത് മോസ്റ്റ് ക്യൂറബിൾ ആണ്. ഡോക്ടർ എന്നോട് പറഞ്ഞത് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ഞാൻ ഡോക്ടറെ കാണുന്ന സമയത്ത്. FNACയുടെ റിപ്പോർട്ടൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് ചെല്ലുക. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്, തൈറോയിഡ് ക്യാൻസർ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാൻസർ എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. ആ ഒരു സ്റ്റേജ്, അത് പറയുന്ന സിറ്റുവേഷൻ ഫേസ് ചെയ്യൽ അത്ര എളുപ്പമല്ല.
അപ്പോൾ ആരും അത് വെറുതെ വിട്ട് കളയരുത്. ഡോക്ടർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റുട്ടീനായിട്ട് അതുപോലെ തന്നെ ചെയ്യുക. അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കണം. എല്ലാ പ്രാവശ്യവും ചെല്ലുമ്പോൾ പ്രോബ്ലം ഇല്ല, വെറുതെ എന്തിനും സ്കാൻ ചെയ്ത് കാശ് കളയണം, ആ ചിന്ത നല്ലതല്ല. എപ്പോഴാണ് അത് പ്രോബ്ലത്തിലേക്ക് മാറുന്നതിന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് പേരെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലും മക്കളുടെയൊക്കെ സ്കൂളിലൊക്കെ പാരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആരും ഇതുപോലെ വിട്ട് കളയരുത്. നമ്മുടെ ലൈഫാണ്, നമ്മുടെ മക്കളെ വളർത്തേണ്ട ഒരു ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മൾ. അപ്പം അങ്ങനെ വിട്ടുകളയാതെ നമ്മുടെ ഹെൽത്തിനെ എപ്പോഴും ഒന്ന് മാനിച്ചുകൊണ്ടേയിരിക്കണം. തൈറോയിഡിൽ നൊഡ്യൂളുള്ളവർ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കൃത്യമായി ടെസ്റ്റുകൾ ചെയ്യണം. എല്ലാ തൈറോയിഡ് നൊഡ്യൂളും ക്യാൻസറസ് അല്ല. 3 വരെ ഒക്കെ വലിയ കുഴപ്പമില്ല. 4ഉം 5ഉമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. മുൻപ് അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നവരാണെങ്കിൽ 3 ആയാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഡോക്ടർമാർ പറയുന്നത് പോലെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ സർജറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊന്നും അറിയുന്നില്ല. നമുക്ക് ആ വേദന സംഹാരി തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയാതെ അങ്ങനെ മയങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. എനിക്ക് രാവിലെ ഒരു 6 മണിക്ക് ശേഷമാണ് സർജറി ഉണ്ടായത്. വൈകിട്ട് ഒരു 7:30 ആയപ്പോഴൊക്കെയാണ് എനിക്ക് ബോധം വന്നത്. പിന്നെ കഴുത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേദന ഒന്നും എണീക്കാനോ നടക്കാനോ നമുക്ക് വേദന ഉണ്ടാവില്ല. ഫുഡ് ഇറക്കാൻ 1-2 ദിവസം ചെറിയ വേദന ഉണ്ടാവും, പിന്നെ അത് ഓക്കെ ആയിക്കോളും. ചിലർക്ക് സൗണ്ട് ചെറുതായിട്ട് അടഞ്ഞിരിക്കും, പിന്നെ അത് ഓക്കെ ആയിക്കോളും. അപ്പം അങ്ങനെയാണ്. അത്രയും ഡോക്ടേഴ്സിന് അത് റിസ്ക് പിടിച്ചൊരു സർജറി ആയിരിക്കും. നമുക്ക് അത്രമാത്രം അതങ്ങോട്ട് ഫീൽ ചെയ്യാറില്ല. ഇന്ന് ഒരുപാട് പേർക്ക് ചെയ്യുന്ന ഒരു സർജറിയാണ്. അപ്പം പേടി കാരണം ഡോക്ടറെ കാണണ്ട, എന്താണോ പറയാം അങ്ങനെ കരുതി മാറ്റി വെക്കേണ്ട. അത് ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറിപ്പോയേക്കാം. അപ്പം തൈറോയിഡിനോട് ഉള്ള എല്ലാവരും പേടിക്കേണ്ടതില്ല. ഫസ്റ്റത്തെ ഈ ടിറാഡ് 1, 2, 3 ഒക്കെ സ്റ്റേജ് ആണെങ്കിൽ അത് പ്രശ്നമില്ലാത്തതായിരിക്കാം. അപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് കാണുകയും ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ.